യുകെയിലെത്തി ഒരു 20 വർഷം കഴിഞ്ഞാലും നമ്മൾ മലയാളികൾ നമ്മുടെ സോഫയിലിരുന്ന് മനോരമ ന്യൂസ് അല്ലെങ്കിൽ ഏഷ്യാനെറ്റ് ന്യൂസ് പോലുള്ള വാർത്താ ചാനലുകളാണ് നമ്മൾ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം നമ്മുടെ രാഷ്ട്രീയം, നമുക്കറിയാവുന്ന രാഷ്ട്രീയം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയമാണ്. പക്ഷേ കാര്യങ്ങൾ മാറി തുടങ്ങി. നമ്മുടെ ഒരു MP ഇപ്പോൾ UK പാർലമെൻറ്റിലുണ്ട്. നമ്മുടെ ആളുകൾ ഇവിടുത്തെ രാഷ്ട്രീയം ചെറുതായെങ്കിലും സംസാരിച്ച് തുടങ്ങിയിരിക്കുന്നു. പക്ഷേ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് തന്നെയാണോ ഈ കാര്യങ്ങൾ സംസാരിക്കുന്നത് എന്ന കാര്യത്തിൽ എനിക്ക് സംശയം. ഞാനിങ്ങനെ പറയാനുള്ള കാരണം, കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മിന്നും വിജയം നേടിയ പാർട്ടിയാണ് നൈജൽ ഫറാജ് നേതൃത്വം നൽകുന്ന റീഫോം പാർട്ടി എന്ന പുതിയൊരു പാർട്ടി. അതായത് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ നാട്ടിൽ അഴിമതിക്കെതിരെ ചൂലെടുത്ത് ഉയർന്നു പൊങ്ങിയ ആം ആദ്മി പാർട്ടിയെ പോലെ ഒരു പാർട്ടി. പക്ഷേ ഇവിടെ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇവിടെ ഇവർ ചൂലെടുത്തിരിക്കുന്നത് അഴിമതിക്കെതിരെയല്ല, മറിച്ച് അഭയാർത്ഥികൾക്ക് അല്ലെങ്കിൽ കുടിയേറ്റക്കാർക്കെതിരെയാണ്, അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്കെതിരെയാണ്. അതായത് വെള്ളക്കാരുടെ രാജ്യം ഇപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നൊരു വികാരമാണ് അവർ ആളുകൾക്കിടയിൽ അയച്ചുവിട്ടിരിക്കുന്നത്. അടുത്തിടെ ഞാൻ പല മലയാളികളും സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞ് മിക്ക മലയാളികളും ഈ റീഫോം പാർട്ടിക്ക് കട്ട സപ്പോർട്ടാണ് എന്നതാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ശരിക്കും കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് തന്നെയാണോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ടെന്ന് പറയാൻ കാരണം. എന്തായാലും നമുക്ക് ഈ റീഫോം പാർട്ടിയുടെ ചരിത്രം ഒന്ന് വിശദമായി പരിശോധിക്കാം. 2019 ബ്രിട്ടൻ യൂറോപ്യൻ യൂണിയനിൽ നിന്നും പുറത്തു വന്ന ബ്രെക്സിറ്റിന് മുമ്പ് വർഷങ്ങളോളം ഇവിടെ UKIP അഥവാ യുണൈറ്റഡ് കിങ്ഡം ഇൻഡിപെൻഡൻസ് പാർട്ടി എന്നൊരു പാർട്ടി ഉണ്ടായിരുന്നു. അതിൻ്റെ നേതാവായിരുന്നു ഈ നൈജൽ ഫറാജ്. അദ്ദേഹം അന്നത്തെ മെമ്പർ ഓഫ് യൂറോപ്യൻ പാർലമെൻറ്റ് അംഗം കൂടിയായിരുന്നു, ബ്രിട്ടനെ പ്രതിനിധീകരിച്ചുകൊണ്ട്. അന്നത്തെ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞ യൂറോപ്യൻ യൂണിയൻ ആയിരുന്നു. കണ്ട യൂറോപ്യൻ യൂണിയൻകാരെല്ലാവരും ഇവിടെ വന്ന് കുടിയേറുന്നു. അതായിരുന്നു അന്നത്തെ ഒരു പ്രശ്നം. അതുകൊണ്ട് ബ്രിട്ടനെ യൂറോപ്യൻ യൂണിയനിൽ നിന്നും സ്വതന്ത്രമാക്കുക, അതായിരുന്നു ഈ പാർട്ടിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അങ്ങനെ അന്നത്തെ കാമറൂൺ സർക്കാർ 2016 ബ്രിട്ടൻ യൂറോപ്യൻ യൂണിയൻ വിടണമോ വേണ്ടയോ എന്ന ഒരു ജനഹിത പരിശോധന നടത്തി. കാരണം അത് അവരുടെ പ്രകടന പത്രികയിൽ ഉണ്ടായിരുന്നതായിരുന്നു. ഫലം വന്നപ്പോൾ ഏകദേശം 51.5% ആളുകളും യൂറോപ്യൻ യൂണിയൻ വിടണം എന്ന് വിധി എഴുതി. അതായത് നേരിയ ഒരു ഭൂരിപക്ഷം ആണെങ്കിൽ കൂടി അങ്ങനെ ഒരു തീരുമാനം സർക്കാരിന് എടുക്കേണ്ടി വന്നു. അതാണ് സത്യം. ഇവിടെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഭൂരിപക്ഷം മലയാളികളും അന്ന് ബ്രിട്ടൻ യൂറോപ്യൻ യൂണിയൻ വിടണം എന്ന് വിധി എഴുതിയ ആളുകളാണ്. കുറ്റം പറയരുതല്ലോ. അങ്ങനെ ബ്രെക്സിറ്റ് നടന്നതുകൊണ്ടാണ് നിരവധി മലയാളികൾക്ക് ഇപ്പോൾ ഇങ്ങോട്ട് എത്തുവാൻ സാധിച്ചത് 2019 ശേഷം. അതൊരു യാഥാർത്ഥ്യം. ഇപ്പോൾ പുതിയ വന്ന ആളുകളെയും കുറ്റം പറയുന്നുണ്ട് എന്നുള്ളത് വേറൊരു നഗ്ന സത്യമാണ്. എങ്കിലും നമ്മൾ മലയാളികൾ അങ്ങനെയാണല്ലോ. എനിക്ക് ശേഷം പ്രളയം, ഞാനിവിടെ വന്നു, രക്ഷപ്പെട്ടു, ബ്രിട്ടീഷ് പാസ്പോർട്ട് എടുത്തു, വേറെ ആരും ഇനി ഇങ്ങോട്ട് വരണ്ട. അതാണല്ലോ നമ്മുടെ പൊതുവെ ഉള്ള നമ്മുടെ ഒരു സമീപനം എന്ന് പറയുന്നത്. ഈ റീഫോം പാർട്ടി ആണെങ്കിൽ അഭയാർത്ഥികളെല്ലാം അടിച്ചോടിക്കാൻ റെഡിയായി നിൽക്കുന്നു. നമ്മളത് കണ്ട് ആവേശം കൊള്ളുന്നു, കൈയടിക്കുന്നു. അതല്ലേ സത്യം. ഈ ബ്രിട്ടനിൽ കഷ്ടപ്പെടുന്നവർക്കുള്ള സർക്കാരിൻ്റെ താങ്ങായ ഇവിടുത്തെ ബെനിഫിറ്റ് സിസ്റ്റം നല്ലതുപോലെ ദുരുപയോഗം ചെയ്യപ്പെടുന്നുണ്ട് എന്നതും അഭയാർത്ഥികളിൽ പ്രശ്നക്കാരുണ്ട് എന്നത് നമുക്ക് 100% സത്യമാണ്. അതൊരു പ്രശ്നവുമാണ്. പക്ഷെ അതാണ് ഇപ്പോൾ ഇവിടുത്തെ പ്രധാന പ്രശ്നം എന്നാണ് നമ്മൾ പറയുന്നത്. ഒരു കാര്യം ഓർക്കുക, ഇന്ന് ഞാൻ, നാളെ നീ. ഇന്ന് അവർ അഭയാർത്ഥികൾക്കെതിരെ അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്കെതിരെ ശബ്ദമുയർത്തുന്നു. ഓർക്കുക, എല്ലാ മുസ്ലിം സഹോദരങ്ങളും പ്രശ്നക്കാരല്ല. നല്ലവരായ നിരവധി ആളുകളുണ്ട്. നെല്ലും പതിരും തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. ഇപ്പോൾ പ്രഥമ ദൃഷ്ട്യാ ഇത് അഭയാർത്ഥികൾക്കെതിരെയുള്ള ഒരു പ്രക്ഷോഭമാണ് എന്ന് നമുക്ക് തോന്നുമെങ്കിലും നമ്മളെല്ലാം ഇവിടെ കുടിയേറ്റക്കാരാണ് എന്നുള്ളൊരു അന്തർധാര അത് നമ്മൾ മറന്നു പോകരുത്. നമ്മൾ എത്ര ഭംഗിയായി ഇംഗ്ലീഷ് പറഞ്ഞാലും പാസ്പോർട്ട് മാറിയാലും നമ്മുടെ തൊലിയുടെ നിറം മാറാത്തിടത്തോളം കാലം നമ്മളിവിടെ കുടിയേറ്റക്കാർ തന്നെയാണ്. ഇവിടെ നിന്ന് നമ്മളെ ആരും ഒരിക്കലും പുറത്താക്കിയില്ല. പക്ഷെ നമ്മുടെ നാട്ടിൽ മാത്രം കണ്ടുവരുന്നതും ഇവിടെ ഒരിക്കലും കാണാത്തതുമായ ഈ വിഭാഗീയത എന്നൊരു സംഭവം അതിവിടെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇങ്ങനെ ഈ രീതിയിൽ പോവുകയാണെങ്കിൽ. അതുകൊണ്ട് നമ്മൾ ആലോചിച്ച് ചിന്തിച്ച് നല്ലൊരു തീരുമാനം എടുക്കുക എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഒന്ന് കമൻ്റായിട്ട് പറയണം. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വീഡിയോസ് മറ്റുള്ളവരുടെ പ്രതികരണങ്ങളുമായി പിന്നാലെ വരുന്നതാണ്. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.